സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഈ കൃപയുടെ സമയം ദൈവമനുഷ്യവംശത്തിൻ്റെ മേൽ അവർണ്ണീയമായ രീതിയിൽ കൃപ വർഷിച്ച സമയം, കാൽവരിയിൽ തൻ്റെ അവസാനത്തുള്ളി രക്തം പോലും നൽകി മനുഷ്യവംശത്തെ വീണ്ടെടുത്ത അസുലഭമായ നിമിഷം. ദൈവത്തിൻ്റെ കരുണ ദൈവജനത്തിൻ്റെ മേൽ ധാരാളമായ പെരുമഴ പോലെ പെയ്തിറങ്ങിയ സമയമാണ്. ഈ സമയം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിലെ ഒരു വസ്തുവിലും അഭയം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. പലപ്പോഴും ഈ ലോകത്തിലെ ഓരോ വസ്തുവിലും വ്യക്തികളിലുമൊക്കെ അഭയം പ്രാപിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. നിലനിൽക്കുന്ന വലിയ സന്തോഷം, സമാധാനം, മനസ്സിന് കിട്ടുന്ന ആ ഒരു വലിയ ആശ്വാസം, ആനന്ദം, കർത്താവേ, അത് നീ തരുന്നത് മാത്രമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവേ, നിൻ്റെ വലിയ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ വലിയ കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും ദൈവം എന്തുമാത്രം കരുണയും സ്നേഹവും കരുതലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നു എന്നുള്ളത് ധ്യാനിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത് തിരുവചനം പറയുന്നു, ആകയാൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ അത് സ്വന്തമാക്കിയെടുക്കുന്നതിന്, അത് അനുഭവേദ്യമാകുന്നതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആഴമായ നമ്മുടെ വിശ്വാസം. കാരണം ദൈവത്തിൻ്റെ കരുണാസഭം യേശുക്രിസ്തു. കാരണം അത്രമാത്രം ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിച്ചത്, ദൈവത്തിൻ്റെ കരുണ ലോകത്തിന് മുഴുവനും ലഭ്യമായത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ സംലഭ്യമാക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ധ്യാനിക്കാതെ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ കരുണയാണ് യേശു. ഇന്ന് നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ദൈവത്തിൻ്റെ മനുഷ്യവംശത്തോടുള്ള സ്നേഹവും കരുണയും ഈ ലോകത്തിലേക്ക് വെളിപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്,
ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും, ഏറ്റുപറയുന്നതിൽ ഒരു മടിയും വിചാരിക്കാൻ പാടില്ല. ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിലും തടസ്സം നേരിടാൻ പാടില്ല. അത്രമാത്രം ദൈവത്തെ അനുഭവിച്ചറിയുക എന്നത് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാനും ലഭിക്കുവാനുമുള്ള ഒരു ഏക വഴി തന്നെയാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ട് ക്രിസ്തുവിനെ അറിയാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയ നഷ്ടമാണ്. ഒരു വലിയ തീരാ നഷ്ടമായിട്ടത് മാറി നിൽക്കും. കാരണം ദൈവം കരുണയുള്ളവനാണ് എന്ന് നമുക്ക് വെളിപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. ദൈവത്തിൻ്റെ ആ ഒരു കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭ്യമാക്കിയതും യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം വലിയ സ്നേഹത്തോടെ കരുതലോടെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭ്യമാകുവാനായിട്ട് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം കരുണയായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അംഗീകരിച്ച് പ്രഖ്യാപിക്കുക. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഏറ്റവും കൂടുതൽ ലഭ്യമാക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആഴമായ വിശ്വാസത്തോടെ അനുതാപത്തോടെ കർത്താവിലേക്ക് തിരിയുക. ആഴമായ ആ ഒരു വലിയ വിശ്വാസത്തോടെ അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. വചനത്തിലുടനീളം നമ്മൾ കാണുന്നൊരു കാര്യമാണ്, നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ വലിയ കാരണത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുകയും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ നിറയുകയും ചെയ്യും. 123 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. അവിടെ കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സങ്കീർത്തകനെ കാണുന്നുണ്ട്. 123 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പശ്ചാത്തപിച്ച് അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രോത്സാഹനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അവിടെ 17-ാം അധ്യായം പ്രഭാഷകൻ 17:24 പറയുന്നത്, പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും, ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ പക്കലേക്ക് കടന്നു വരാൻ ദൈവം 2 സ്റ്റെപ്പ് എടുക്കും. ഇതാണ് ദൈവത്തിന് നമ്മളോടുള്ള വലിയ സ്നേഹം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ ദൈവ കരുണയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ തേങ്ങൽ തന്നെയാണ്. ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഇത്രമാത്രം കരുണ കാണിച്ചിട്ടും മനുഷ്യവംശം ഈ ഒരു വലിയ സ്നേഹവും കരുണയും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളത് ദൈവത്തിൻ്റെ ചങ്കിലെ ഏറ്റവും വലിയൊരു വേദനയാണ്. ഈ ഒരു സ്നേഹവും കരുതലും അറിയാതെ പോകുന്നത്. നമ്മൾ അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ അനുതാപത്തോടെ കുമ്പസാരക്കൂടുകളിലേക്ക് അണയുക. അനുതാപത്തോടെ കുമ്പസാരക്കൂടുകളിലേക്ക് അണയുമ്പോൾ അവിടെ വൈദികൻ്റെ സ്ഥാനത്ത് ഞാൻ തന്നെയാണെന്നൊന്ന് തിരിച്ചറിയുക. നിൻ്റെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയുവാനായിട്ട് ഞാൻ തന്നെയാണ് അവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ആ ഒരു വലിയ കുമ്പസാരമെന്ന കൂദാശയുടെ മഹാത്മ്യം ദൈവകരുണയുടെ കൂടാരമായി കുമ്പസാരക്കൂടുകളെ കാണണമെന്നുള്ള കാര്യം കൃത്യമായിട്ടും ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചതിന് ശേഷം നമ്മളെടുക്കുന്ന വളരെ ദൃഢമായ ഒരു പ്രതിജ്ഞ, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ മരിക്കാനും സന്നദ്ധനാണ്. ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും സന്നദ്ധനം. അത്രമാത്രം ഒരു തീക്ഷ്ണമായ ഒരു വലിയ തീരുമാനമാണ് നമ്മളെടുക്കുക. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപയൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു മൺപാത്രത്തിലാണ്. കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു വലിയ ദൈവവരപ്രസാദം അത് മൺപാത്രത്തിൽ ലഭിക്കുമ്പോൾ
അത് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തിൽ അതിനെ കാത്തുപരിപാലിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. പലപ്പോഴും അത്രമാത്രം വില കൽപ്പിക്കാത്ത ഒന്നായിട്ട് വിശുദ്ധ കുമ്പസാരവും നമ്മുടെ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും മാറാറുണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ സമർപ്പിക്കാം. കർത്താവേ, അനുതപിച്ച് നിന്നെ അറിഞ്ഞ് നിന്നെ ഏറ്റുപറയുന്നവരുടെ ജീവിതത്തിൽ നിൻ്റെ കരുണ വർഷിക്കുമെന്ന് നീ വളരെ വ്യക്തമായും വെളിപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായും നിന്നിൽ ആശ്രയം വെച്ചുകൊണ്ട്, നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം മുഴുവൻ്റെ മേലും നിൻ്റെ കരുണ ചൊരിഞ്ഞ് മനുഷ്യവംശത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാൽവരിയിൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നേടിത്തന്ന ആ രക്ഷയുടെ ആ ഒരു സൽഫലം ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനും സ്വന്തമാക്കുവാനുമായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുതാപത്തോടെ നിൻ്റെ പക്കലേക്ക് തിരിയുവാനും നീ കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, നല്ലവനാണെന്നുള്ള വലിയ ബോധ്യത്തോടെ കർത്താവെ നിൻ്റെ പക്കലേക്ക് തിരിയുവാനും നിന്നിൽ ആശ്രയം വയ്ക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും ഈ ആലയത്തെയും ഈ ആലയത്തിൻ്റെ ശുശ്രൂഷകളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ കൃപയുടെ സമയത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, വിശുദ്ധീകരിക്കണമേ. നിൻ്റെ കരുണക്കടലിൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് നിൻ്റെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും സഫലമാക്കി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,